എല്ലാവർക്കും സലൂഷ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന കടലക്കറിയാണ്. അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറി. കടല ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലക്കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഞാൻ 2 സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഒരു പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി കുറച്ച് ആദ്യമേ കടലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോരുന്ന ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടു. സവാള നന്നായി ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകരുത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ നിറമാകണ്ട. മുളക് പൊടി ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. നന്നായി ഇളക്കി കൊടുക്കണം, പൊടി കരിഞ്ഞ് പോകരുത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായി മൂത്ത് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാം. അത് കുറച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ചേർക്കാം. കടലയും അരപ്പും നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ സംസാരത്തിൽ ഇച്ചിരി തപ്പലൊക്കെ ഉണ്ട്, അത് ക്ഷമിക്കണം. പിന്നെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. താങ്ക് യു.